വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഉയർന്ന വിമർശനങ്ങളിൽ മുഖം രക്ഷിക്കാനാണ് ബംഗാൾ സർക്കാരിന്റെ നീക്കം. RJ കാർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ബംഗാൾ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കൊലപാതക കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഇപ്പോൾ മമതാ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? വേണു, ഞാനിപ്പോൾ ഉള്ളത് RJ കാർ മെഡിക്കൽ കോളേജിന്റെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഒരാഴ്ചയിലേറിയ ഈ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരപന്തലിലാണ്. ഇവിടെ ഈ സുപ്രീം കോടതിയിലെ നടപടികൾ ഇപ്പോൾ ഈ സ്വമേധയാ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവ് സ്ട്രീമിംഗ് വഴി ഇവിടെ ഈ വേദിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് വീക്ഷിക്കുകയാണ് പ്രതിഷേധക്കാർ എല്ലാവരും തന്നെ ഉള്ളത്. CBIയുടെ അന്വേഷണം ഈ വിഷയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടായിരിക്കുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 പ്രത്യേക അന്വേഷണ സംഘങ്ങളാണ് ബംഗാൾ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. അത് ഒന്ന് എന്നുള്ളത് ഈ കൊലപാതകത്തിന് പിന്നാലെ ഉയർന്നു വന്നത് ഈ കോളേജുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ഉയർന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച ആരോപണമാണ്. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് അടക്കം പങ്ക് ഉണ്ട് ഇതിൽ എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നതിനായി ഒരു SIT രൂപീകരിച്ചിരിക്കുകയാണ്. 2021 മുതലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനാണ് ഈ SIT എന്നാണ് സർക്കാരിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളത് കോളേജിൽ ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയോടെ നടന്നിരുന്ന ആക്രമണം സംബന്ധിച്ചുള്ള അന്വേഷണത്തിനാണ്. 15 അംഗ SIT ആണ് അതിനായി രൂപീകരിച്ചിരിക്കുന്നത്. ഈ ആദ്യ SIT സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുന്ന SIT എന്നുള്ളത് അന്വേഷണം അട്ടിമറിക്കുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ നീക്കം എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കാരണം നേരത്തെ പല ഘട്ടത്തിലും ഇത്തരത്തിൽ ബംഗാൾ സർക്കാർ SIT രൂപീകരിക്കുമ്പോൾ ശാരദ ചിറ്റ് ഫണ്ട് അടക്കമുള്ള കേസുകളിൽ SIT രൂപീകരിച്ചത് ഈ SIT ഈ കേസിലെ പ്രതികളെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്ന ആളുകളിലെ മൊഴി നൽകുന്നവരെ ഇവരിൽ നിന്നെല്ലാം തെളിവുകൾ ശേഖരിച്ച് അത് നശിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. സമാനമായി തന്നെ ഈ വിഷയത്തിലും ഈ കുട്ടിയുടെ കൊലപാതകത്തിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ശരിയാണെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ CBIക്ക് ലഭിക്കുന്നതിന് മുമ്പായി ഈ തെളിവുകൾ കൈക്കലാക്കി നശിപ്പിക്കാനാണ് നീക്കം എന്ന ആരോപണമാണ് ഉയരുന്നത്. സമാനമായി തന്നെ ആശുപത്രി ആക്രമണം ഗൂഢാലോചനയാണെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു SIT രൂപീകരിക്കുന്നത്. അതും തെളിവ് നശിപ്പിക്കാൻ ലക്ഷ്യം വെച്ചാണെന്ന പ്രതിപക്ഷ ആരോപണം ശക്തമാവുകയാണ്. അതേസമയം CBIയുടെ അന്വേഷണം ഇപ്പോൾ 6-ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. എങ്കിൽ പോലും നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു പ്രതി, അതിനപ്പുറത്തേക്ക് മറ്റ് അറസ്റ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ചോദ്യം ചെയ്യലും പരിശോധനയും തുടർന്നു വരുന്നു. ഇക്കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആരോപണവുമായി രംഗത്തുണ്ട്. പോലീസ് കണ്ടെത്തിയതിനപ്പുറത്തേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല എന്നും BJP ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് CBI എന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിരിക്കുന്ന പ്രതികരണം എന്നുള്ളത്. അതേസമയം ഇന്ന് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നിലവിൽ CBI കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കും CBI എന്നാണ് CBI വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതിനായി കഴിഞ്ഞ ദിവസം തന്നെ കോടതിയുടെ അനുമതി CBIക്ക് ലഭിച്ചിരുന്നു. തുടർന്ന് ഈ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരാനുള്ള സാധ്യതകളും CBI സംഘം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുവരെയും ഈ അന്വേഷണം 6 ദിവസം പൂർത്തിയായിരിക്കുന്നു. എങ്കിൽ പോലും ഇതുവരെയും അന്വേഷണ പുരോഗതി സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം നൽകാൻ CBI തയ്യാറായിട്ടില്ല. അതേസമയം ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചകളും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഗവർണർ CV ആനന്ദ ബോസ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഒപ്പം തന്നെ രാഷ്ട്രപതി എന്നിവർ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ട്. അദ്ദേഹം നിലവിൽ തന്നെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം. ഇത് ഈ കേസിനെയും ബംഗാൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിക്കാഴ്ച നിർണായകമാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്തയിലെ സമരപ്പന്തലിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. അവിടെ സമരക്കാർ സുപ്രീം കോടതിയിൽ നടക്കുന്ന നിയമ നടപടികൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മുഖം രക്ഷിക്കാനായി 2 പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മമതാ സർക്കാർ.